വചനത്തിൽ വായിക്കുമ്പോൾ, ബൈബിളിൽ വായിക്കുമ്പോൾ യേശു ചെയ്ത അനേക അത്ഭുതങ്ങൾ യോഹന്നാൻ പറയുകയാണ്, അനേക അത്ഭുതങ്ങൾ അവൻ ചെയ്തു. ഇത് തന്നെ ഞങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് യേശുവാണ് ക്രിസ്തു എന്ന് നിങ്ങൾക്ക് വെളിപ്പെടുവാൻ, അവൻ്റെ വെളിപ്പാട് പൂർണ്ണമായി ലഭിക്കുവാൻ. കാരണം അവൻ ക്രിസ്തുവാണെന്ന ബോധ്യം എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടിയാണ് ഇത് തന്നെ എഴുതിയത്. യേശു ചെയ്ത് എല്ലാം എഴുതുവാൻ ഈ പുസ്തകം തന്നെ അത് അത്രയും വലുതായിരിക്കും, അതെല്ലാം ഉൾക്കൊള്ളാനും പറ്റത്തില്ല. കാരണം അത്രത്തോളം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ അവൻ ചെയ്തു. എന്നാൽ ദൈവം അത്ഭുതം ചെയ്യുമ്പോഴും അടയാളങ്ങൾ ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ അത്ഭുതം ചെയ്യുമ്പോഴും അടയാളം ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ആർക്ക് പറയാൻ പറ്റും? 2 വാക്യം ഒന്ന് വായിക്കാം. മത്തായി സുവിശേഷം 12-ാം അധ്യായം 39-ാം വാക്യം. അവൻ മറുപടി പറഞ്ഞു, ദുഷിച്ചതും അവിശ്വസ്തതയുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു. ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു. മത്തായി സുവിശേഷം 16:4 നമ്മൾ ഇത് തന്നെ കാണുന്നുണ്ട്. 16:4 ദുഷിച്ചതും അവിശ്വസ്തതയുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു, യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിന് നൽകപ്പെടുകയില്ല. അനന്തരം അവൻ അവരെ വിട്ടുപോയി. ഇത് മത്തായിയിൽ 2 സ്ഥലത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, ദുഷിച്ചതും അവിശ്വസ്തതയുമായ തലമുറ. ഇനി യേശു തന്നെ പറയുന്നുണ്ട്, ഫരിസേയരെ നിങ്ങൾക്ക് ദുരിതം, അങ്ങനെ പറഞ്ഞിട്ട് കർത്താവ് തന്നെ പറയുന്നുണ്ട്, കാരണം ഞാൻ ചെയ്ത അത്ഭുതങ്ങൾ മറ്റുള്ളവരടുത്തൊക്കെ ചെയ്തെങ്കിൽ അവരെന്നേ വിശ്വസിച്ചേനെ, നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും താല്പര്യമില്ല എന്ന് യേശു പറയുന്നൊരു കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചു, യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ നമ്മളൊന്ന് സഞ്ചരിക്കുമ്പം യേശുവിൻ്റെ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും ഒരൊറ്റ മാനദണ്ഡമാണുള്ളത്. യേശുവിൻ്റെ അത്ഭുതങ്ങൾ യോഹന്നാൻ ആകെ 7 അത്ഭുതങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ അടയാളങ്ങൾ മാത്രമാണ് യോഹന്നാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. വളരെ കുറച്ച് 7 മാത്രമേ യോഹന്നാൻ അത് തൻ്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, അനേകമുണ്ട്, അതെല്ലാം ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല, എല്ലാം പറയാനും എനിക്ക് പറ്റത്തില്ല, എന്നാൽ ഇത് തന്നെ എഴുതിയത് യേശുവാണ് ക്രിസ്തു എന്ന് നിങ്ങൾക്ക് വെളിപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് യേശു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ മാത്രമല്ല, യേശുവിൻ്റെ കോൺവെർസേഷൻസ് എല്ലാം, യേശുവുമായി ബന്ധപ്പെട്ട യോഹന്നാൻ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരൊറ്റ മാനദണ്ഡമാണ് യോഹന്നാൻ അവിടെ കടന്നു വച്ചിരിക്കുന്നത്, യേശുവിൻ്റെ യഥാർത്ഥമായ സ്നേഹം. എന്താണ് യേശുവിൻ്റെ സ്നേഹമെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെന്ന് യേശു ആഗ്രഹിച്ചു. എന്താണ് ദൈവത്തിൻ്റെ സ്നേഹം? ദൈവസ്നേഹം എന്താണ്? ദ റിയൽ ലവ് ഓഫ് ഗോഡ് എന്താണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ആ ആഗ്രഹമാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിലൂടെ എഴുതി വച്ചിരിക്കുന്നത്. ഇത് നമ്മൾ 2 കാര്യങ്ങൾ എടുത്തിട്ട് ഒന്ന് കൺഫേം ചെയ്യുക. അതായത് യേശു സമരിയായിലേക്ക് പോയ 2 സിറ്റുവേഷൻ അറിയാം നമുക്ക്. 2 സിറ്റുവേഷൻ, യേശു സമരിയായിലേക്ക് പോയ 2 സമയമുണ്ട്. ഒന്ന് യോഹന്നാൻ എഴുതിയിട്ടുണ്ട്, ഒന്ന് യോഹന്നാൻ എഴുതിയിട്ടില്ല. യേശു സമരിയായിലൂടെ കടന്നുപോയ 2 സമയങ്ങൾ 2 തന്നെയാണോ നമുക്കറിയത്തില്ല. നമുക്ക് കാണുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒരു സന്ദർഭം യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. അതേതാണ്? സമരിയക്കാരി സ്ത്രീയെ കാണുന്ന ആ ഒരു സന്ദർഭം. അത് യോഹന്നാൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ, മറ്റാരും അത് എഴുതിയിട്ടില്ല. ഇനി ലൂക്കാ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് മറ്റൊരു കാര്യം നമുക്ക് കാണാൻ പറ്റും. ലൂക്കാ സുവിശേഷം അതിൻ്റെ 9-ാം അധ്യായം 51 മുതൽ വാക്യങ്ങൾ, ലൂക്കാ സുവിശേഷം 9:51 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പം ഇവിടെ നമ്മൾ സമരിയായിലേക്ക് ആ സ്ത്രീയെ കാണാൻ പോയ സിറ്റുവേഷൻ നോക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആ ഒരു കാലഘടനയൊക്കെ, യോഹന്നാൻ്റെ സുവിശേഷമാണെങ്കിൽ ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്ന പോലെ ഓർഡറിൽ അല്ല എഴുതിയിരിക്കുന്നത്. കാരണം യോഹന്നാൻ ദേവാലയത്തിലെ പ്രവേശം തുടക്കം തന്നെ എഴുതിയിട്ടുണ്ട്. സമരിയാക്കാരി സ്ത്രീയുടെ സംഭവം അത് കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത്. കാനായിലെ കല്യാണ നാളിൽ വേറൊരു സെഗ്മെൻറ്റിൽ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഒരിക്കലും ഓർഡറിൽ അല്ല, അതായത് കൃത്യമായ അതിൻ്റെ ഓർഡർ അല്ല യോഹന്നാൻ്റെ സുവിശേഷം ഒരു തരത്തിലും. പലതും കയറി ഇറങ്ങിയാണ് കിടക്കുന്നത്. നമ്മൾ സുവിശേഷം എഴുതിയതിൻ്റെ ഓർഡർ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിൻ്റെ കൃത്യമായ ഓർഡർ കിട്ടത്തില്ല, ആ ഒരു ഹിസ്റ്റോറിക്കൽ ഓർഡർ കിട്ടത്തില്ല. എങ്കിലും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, സമരിയാക്കാർ സ്ത്രീയെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തത് അത് സുവിശേഷത്തിൻ്റെ ഏകദേശം തുടക്ക സമയത്താണ്, സുവിശേഷം പ്രചരിക്കുന്ന ആദ്യ സമയത്താണ് എന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ നമ്മൾ ലൂക്കാ സുവിശേഷം 9:51 മുതൽ വായിക്കുമ്പോൾ അത് സുവിശേഷത്തിൻ്റെ അവസാന സമയത്താണ്.
സുവിശേഷത്തിൻ്റെ എൻഡ് ടൈമാണ്. ഇങ്ങനെ രണ്ട് കാലഘട്ടം നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ലൂക്ക 9:51 മുതൽ നമുക്കൊന്ന് വായിക്കാം. ലൂക്ക 9:51 മുതൽ വായിക്കാം. തൻ്റെ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കേണ്ടവേ അവൻ ജെറുസലേമിലേക്ക് പോകാൻ ഉറച്ചു. അവൻ തനിക്ക് മുൻപേ ഏതാനും ദൂതന്മാരെ അയച്ചു. അവിടെ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം എന്താണ്? തൻ്റെ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായി കൊണ്ടിരിക്കവേ അവൻ ജെറുസലേമിലേക്ക് പോകാൻ ഉറച്ചു. അപ്പം അവൻ ജെറുസലേമിലേക്ക് പോകുന്നതാണത്. ഇത് അവസാന സമയമാണെന്ന് വ്യക്തമായിട്ട് അറിയാം. കാരണം എന്താ? അവൻ്റെ ആരോഹണത്തിനുള്ള, സ്വർഗത്തിലേക്കുള്ള, ദൈവസന്നിധിയിലേക്കുള്ള അവൻ്റെ പോക്കിൻ്റെ സമയം, ദിവസങ്ങൾ ഏതാണ്ട് എടുത്തു. ഇത് ലാസ്റ്റ് സമയമാണ്, അവസാന സമയമാണ്. അപ്പോൾ 3.5 വർഷക്കാലം ഏകദേശം ശിഷ്യന്മാർക്ക് ട്രെയിനിങ് കൊടുത്ത്, സകല കാര്യങ്ങളും മനസ്സിലാക്കി കൊടുത്ത്, ബോധ്യം കൊടുത്ത്, എല്ലാം കൊടുത്ത് ക്ലിയർ ചെയ്ത് ആരോഹണത്തിൻ്റെ ദിവസമാകുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അവൻ എവിടേക്കാണ് പോകുന്നത്? അവൻ ജെറുസലേമിലേക്കാണ് പോകുന്നത്. അങ്ങനെ ജെറുസലേമിലേക്ക് പോകുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇനി അടുത്ത വാക്യം കൂടി ഒന്ന് വായിക്കാമോ ബ്രദറെ? അവൻ തനിക്ക് മുൻപേ ഏതാനും ദൂതന്മാരെ അയച്ചു. അവന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ അവർ സമരിയക്കാരുടെ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. സമരിയക്കാരുടെ ഗ്രാമത്തിൽ പ്രവേശിച്ചു. അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നത് കൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു, കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെ. അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു. അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. അടുത്ത വാക്യം വായിച്ചോ. അവർ പോകും വഴി ഒരുവൻ അവനോട് പറഞ്ഞു. അവൻ തിരിഞ്ഞ് അവനെ ശാസിച്ചു, അല്ലേ? അവൻ മറ്റൊരു വഴിയെ പോവുകയും ചെയ്തു. ഇവിടെ ഇവർ രണ്ടുപേരും, യോഹന്നാനും യാക്കോബും രണ്ടുപേരും, യോഹന്നാൻ ഇത് എഴുതിയിട്ടില്ല ഈ സിറ്റുവേഷൻ, യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ ഈ സംഭവം എഴുതിയിട്ടില്ല. യോഹന്നാനും യാക്കോബും കർത്താവെ, സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെയോ എന്ന് ചോദിച്ചു. അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു. എടാ, 3.5 വർഷക്കാലം നിങ്ങളെ ട്രെയിൻ ചെയ്തു, ഇത്രയും വചനം പറഞ്ഞു തന്നു, ഇത്രയും കാര്യം ചെയ്ത് കാണിച്ചു, അത്ഭുതങ്ങൾ ചെയ്യുന്നു, അടയാളങ്ങൾ ചെയ്യുന്നു, അനേക പ്രവൃത്തികൾ നിങ്ങൾ കണ്ടു. എന്നിട്ടും ഇപ്പോൾ ഏത് ആത്മാവിലാണ് നിങ്ങൾ നിൽക്കുന്നത്? ഏത് ആത്മാവിലാണ് നിങ്ങൾ നിൽക്കുന്നത്? സത്യവേദോസം ഒന്ന് ഷെയർ ചെയ്യാമോ? ആ വാക്യം ഒന്ന് 55-ാം വാക്യം ഒന്ന് ഷെയർ ചെയ്യാം. 55-ാം വാക്യം ഷെയർ ചെയ്യുമ്പം അവിടെ സത്യവേദോസത്തിലാണെങ്കിൽ നമുക്ക് വേറൊരു കാര്യം നമുക്ക് അവിടെ കാണാൻ പറ്റും. POSലുള്ളതിന് ചെറുതായിട്ടൊരു ചേഞ്ച് ഒന്ന് വലുതാക്കാം അത്. അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു. ബ്രാക്കറ്റിൽ നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഇത് ബ്രാക്കറ്റിൽ കിടക്കുന്നുണ്ടോ? അവൻ നിങ്ങൾ ഏത് ആത്മാവിന് അധീനരെന്ന് നിങ്ങൾ അറിയുന്നില്ല. അത് ചില കൈയെഴുത്ത് പ്രതികളിൽ അതുണ്ടാവും. അതുകൊണ്ടായിരിക്കും ബ്രാക്കറ്റിൽ പലപ്പോഴും സത്യവേദോസത്തിൽ കൊടുക്കുന്നത്. എല്ലാ കൈയെഴുത്ത് പ്രതികളിലും അത് ഉണ്ടാവണമെന്നില്ല. അപ്പം നിങ്ങൾ ഏത് ആത്മാവിന് അധീനം? നിങ്ങളത് ആലോചിച്ച് നോക്കുക. അതായത് ഇത്രയും വചനം പറഞ്ഞ് അത്ഭുതം കണ്ടു, മറ്റാരും കാണുന്നതിനേക്കാൾ അത്ഭുതം ആര് കണ്ടിട്ടുണ്ട്? ശിഷ്യന്മാർ കണ്ടിട്ടുണ്ട്, യോഹന്നാനും കണ്ടിട്ടുണ്ട്, യാക്കോബും കണ്ടിട്ടുണ്ട്. കാരണം പ്രധാനപ്പെട്ട 3 പേര്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഈ 3 പേരിൽ 2 പേരാണ് എടുത്ത് ചോദിച്ചത്, ഞങ്ങൾ സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ചോദിച്ചത്. കാരണം ഇവർ അപ്പോഴും ഏലിയായിൽ പ്രവർത്തിച്ച, അല്ലെങ്കിൽ പഴയ നിയമത്തിൻ്റെ ഒരു തലം ഇവരിൽ കിടക്കുക. എവിടേക്കോ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണത ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്താണ് യേശുവിൻ്റെ സ്നേഹം? യേശു എന്തിനാണ് ഈ അത്ഭുതം ചെയ്തത്? യേശു എന്തിനാണ് ഈ അടയാളങ്ങൾ പ്രവർത്തിച്ചത്? ഈ അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ, ഈ അടയാളങ്ങൾ ചെയ്തപ്പോഴെല്ലാം ദൈവത്തിനൊരു ബോധ്യമുണ്ട്. ക്രിസ്തുവിൻ്റെ ഉള്ളിലുള്ള ചിന്ത യോഹന്നാനിലേക്കോ യാക്കോബിലേക്കോ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ വന്നിട്ടില്ല. എന്തിനാണ് ഈ അത്ഭുതം ചെയ്യുന്നത്? എന്തിനാണ് ഈ അടയാളം ചെയ്യുന്നത്? ഇവൻ മിശിഹായാണെന്ന ബോധ്യം മാത്രമാണ് അവിടെ എല്ലാം ഉള്ളത്. അതിൻ്റെ അപ്പുറത്തോട്ടൊരു ബോധ്യത്തിലേക്ക് ഇവർ കടന്നു വന്നിട്ടില്ല. അവിടെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഇവർ ഈ ബോധ്യത്തിലേക്ക് കടന്നു വരണം. അതിനുവേണ്ടി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ആദ്യം സമരിയയിലേക്ക് വന്ന സന്ദർഭം കൂടെ നമ്മളൊന്ന് പരിശോധിക്കണം. ആദ്യം സമരിയയിലേക്ക് വന്ന സന്ദർഭം നമുക്കറിയാം. സമരിയക്കാരും യഹൂദയിലുള്ളവരും തമ്മിൽ പൂർണ്ണ ശത്രുതയാണ്. ഇവർ തമ്മിൽ യാതൊരു ചേർച്ചയില്ല. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം മുതൽ നമ്മളൊന്ന് വായിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 2-ാം വാക്യം മുതൽ. വാസ്തവത്തിൽ ശിഷ്യന്മാരല്ലാതെ യേശു നേരിട്ട് ആരെയും സ്നാനപ്പെടുത്തിയിട്ടില്ല.
3-ാം വാക്യം, അവൻ യൂദയ വിട്ട് ഗലീലയിലേക്ക് പുറപ്പെട്ടു. അവന് സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. അപ്പോൾ സിക്കാർ എന്ന പട്ടണത്തിൽ, അല്ലെങ്കിൽ സിക്കാർ എന്ന പട്ടണത്തിൻ്റെ അടുത്ത് അവർ വന്നു എന്നൊക്കെ നമ്മൾ വായിക്കുകയാണ്, താഴോട്ട് വായിക്കുകയാണ്. ഇവിടെ 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കി. ഒന്ന്, ഇത് ഞാൻ പറഞ്ഞു സുവിശേഷത്തിൻ്റെ, അല്ലെങ്കിൽ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭകാലത്തിലാണ് എന്ന് തെളിയിക്കുന്ന കാര്യമാണ്. 4-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ, യോഹന്നാനേക്കാൾ അധികം ആളുകളെ താൻ ശിഷ്യപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്തു എന്ന് ഫരിസേയർ കേട്ടതായി കർത്താവ് പറഞ്ഞു. അപ്പം നമുക്കറിയാം, ഏകദേശം സ്നാനപ്പെടുത്തുന്ന ആദ്യ സമയത്തുള്ള കാര്യമാണിത്, അല്ലാതെ അവസാന സമയത്തല്ല എന്ന് നമുക്ക് അതിൽ നിന്ന് നിഗമനിക്കാം. അടുത്ത വാക്യം വായിക്കുമ്പോൾ, വാസ്തവത്തിൽ ശിഷ്യന്മാരല്ലാതെ യേശു നേരിട്ട് ആരെയും സ്നാനപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ശിഷ്യന്മാരെ യേശു സ്നാനപ്പെടുത്തുന്നു. ആ കാര്യം നമുക്കവിടെ വായിക്കാം. ഇനി അടുത്ത കാര്യം കൂടി 3-ാം വാക്യം വായിക്കുമ്പം, യൂദയ വിട്ട് ഗലീലയിലേക്ക് പോകുന്നൊരു കാര്യമാണ്. അപ്പോഴും നമുക്കൊരു കാര്യമുണ്ട്, മറ്റു സന്ദർഭമല്ല, ഇത് തുടക്കത്തെ കാലഘട്ടമാണ്, ആ ഒരു സന്ദർഭമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴും നമ്മളൊരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചേ, അതിൻ്റെ 7-ാം വാക്യം നമ്മളൊന്ന് ശ്രദ്ധിച്ചേ. ഈ സമയം ഒരു സമരിയാക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു. യേശു അവളോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുക. അവിടെ അപ്പോൾ ആദ്യമുണ്ടായത് ആരാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് കൃത്യമായിട്ട് അറിയാം. ആദ്യം ഉണ്ടായത് ആരാ? ഈ കിണറിൻ്റെ അടുത്ത് ആദ്യം വന്നത് ആരാ? യേശുവാണോ സമരിയക്കാരിയാണോ? യേശുവാണോ സമരിയക്കാരിയാണോ? കേൾക്കുന്നില്ല, ഉറക്കെ പറയാം. സമരിയക്കാരിയാണോ? ആ സമയം ഒരു സമരിയക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു. യേശു അവളോട് എനിക്ക് കുടിക്കാൻ തരിക എന്നാണ് വചനം കിടക്കുന്നത്. അപ്പോൾ യേശു അവിടെ ഉണ്ടായിരുന്നു, സമരിയക്കാരി സ്ത്രീ അവിടേക്ക് വരുന്നതേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. യേശുവാണ് അവിടെ ഉണ്ടായിരുന്നത്. 1. 2, അടുത്ത വാക്യം വായിക്കുമ്പം, അവൻ്റെ ശിഷ്യന്മാരാകട്ടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു. അപ്പോൾ പട്ടണത്തിലേക്ക് യേശുവിൻ്റെ ശിഷ്യന്മാരെ യേശു നേരത്തെ പറഞ്ഞയച്ചു. അങ്ങനെ പട്ടണത്തിലേക്ക് ശിഷ്യന്മാരെ അയച്ച് യേശു ക്ഷീണിച്ച് ആ കിണറിൻ്റെ കരയ്ക്ക് വന്നിരിക്കണമെങ്കിൽ യേശു അവളെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഈ സമരിയക്കാരി സ്ത്രീയെ പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്. അവൾ വരുന്നത് നോക്കി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം യേശുവിന് അവളുടെ അടുത്തൊരു ശുശ്രൂഷയുണ്ട്. യേശുവിന് അവളുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം കർത്താവ് അവിടെ പ്രവർത്തിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. നമ്മൾ പലപ്പോഴും ഈ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ, വായിക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ ചിലപ്പോൾ വെളിപ്പെടണമെന്നില്ല. ഇവിടെ യേശു ആ കിണറ്റിൻകരയിൽ നിൽക്കുന്നതേ അവളെ പ്രതീക്ഷിച്ച. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരികയാണ്, യേശു എന്തിനാണ് 5 ഭർത്താക്കന്മാരുള്ള, ഇപ്പോൾ ആ 5 ഭർത്താക്കന്മാരെയും അവോയ്ഡ് ചെയ്ത് മറ്റൊരു ഭർത്താവിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരു സ്ത്രീയുടെ കാത്തിരിപ്പ്, അല്ലെങ്കിൽ അവക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്ത് കാര്യത്തിനാണ് അവൾക്ക് വേണ്ടി യേശു കാത്തിരിക്കുന്നത്? യേശു എന്തിനാണ് അവിടെ വെയിറ്റ് ചെയ്യുന്നത്? എന്താവശ്യത്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? കാരണം അവളൊരു നല്ല സ്വഭാവക്കാരിയല്ല. അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ട്. ഇപ്പോൾ ഉള്ളവൻ നിൻ്റെ ഭർത്താവല്ല എന്ന് യേശു പറയുന്നുണ്ട്. അപ്പോൾ ഈ 5 ഭർത്താക്കന്മാർ യഹൂദ പശ്ചാത്തലത്തിൽ ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ സമരിയ പശ്ചാത്തലം ഉണ്ടാകണമെങ്കിൽ അവൾ പല ഭർത്താക്കന്മാരെ തേടി പോകുന്നു. നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ, യേശു സമരിയക്കാരുമായി ബന്ധപ്പെട്ടുള്ള കാര്യം നമുക്കറിയാം. രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 17-ാം അധ്യായവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന സമരിയായുമായി ബന്ധപ്പെട്ടിട്ടാണ് യേശു അവിടെ പറയുന്നത്. 5 ഭർത്താവ് എന്നൊക്കെ പറയുന്ന കണക്ക് അതിൻ്റെ തിയോളജിക്കൽ സ്റ്റാൻഡിൽ വളരെ വ്യക്തമായ കാര്യം നമുക്കവിടെ കാണാൻ പറ്റും. കാരണം സമരിയ യഥാർത്ഥത്തിൽ 5 വിജാതീയ ദേവന്മാരുടെ പിന്നാലെ പോയവരും ഇപ്പോൾ പുതിയ ദേവൻ്റെ പിന്നാലെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു തലവും അവിടെയുണ്ട്. അത് നിങ്ങൾ രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം വായിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ കുറച്ചൊരു വ്യക്തത കിട്ടും. ഇതിന് മുൻപ് ക്ലാസ് എടുത്ത വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒരുപക്ഷെ കേൾക്കാത്ത ആളുകളുണ്ടാവും, അത് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവരുണ്ടാകാം. അതായത് സമരിയയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ സമരിയയുടെ ഉത്ഭവം വിജാതീയ ദേവന്മാരുടെ പിന്നാലെ പോകുന്ന ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമുക്കറിയാം. അത് മറ്റൊരു മേഖലയാണ്. ആ 5 വിജാതീയ ദേവന്മാരുടെ പിന്നാലെ പോകുന്ന കാര്യമൊക്കെയാണ് അവിടെ സ്ട്രിക്ട്ലി സമരിയാക്കാരിയായ സ്ത്രീയോടല്ല കർത്താവ് അത് പറയുന്നത്. സമരിയാക്കാരിയോട് എന്ന തരത്തിൽ വിജാതീയ ദേവന്മാരെ ആശ്രയിക്കുന്ന മറ്റ് ദൈവങ്ങളുടെ പിന്നാലെ പോകുന്ന ആളുകളോട് കൂടെയാണ് കർത്താവ് ഈ കാര്യം പറയുന്നത് എന്നുകൂടെ നമുക്കറിയാം.
അത് പിന്നെ എപ്പോഴെങ്കിലും ഇനി കേൾക്കാത്തവരുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ വീഡിയോ കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു, ഉണ്ടെങ്കിൽ ഞാനത് അയക്കാം. ഇവിടെ 5 ഭർത്താക്കന്മാരുടെ പിന്നാലെ പോയ ഒരു മോശക്കാരിയായ ഒരു സ്ത്രീയെ തേടി യേശു വന്ന് നിൽക്കണമെങ്കിൽ, യേശുവിന് സംസാരിക്കാൻ അവളോടൊരു ആഗ്രഹമുണ്ടെങ്കിൽ, യേശു അതിനു വേണ്ടി ശിഷ്യന്മാരെ ഭക്ഷണം വാങ്ങാൻ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പോയി അടുത്തുള്ള പട്ടണത്തിൽ നിന്നും പോയി ഭക്ഷണം വാങ്ങ് എന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കി യേശു ഒറ്റയ്ക്ക് അവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ, കർത്താവിൻ്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമുണ്ട്, ദൈവത്തിന് ഒരു ഇഷ്ടമുണ്ട്. ഈ ഇഷ്ടമാണ് പലപ്പോഴും ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെ, അടയാളങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെ മറ്റൊരു കാരണം. നമ്മൾ തുടക്കം പറഞ്ഞു, അവൻ്റെ ഉള്ളിലെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് അത്ഭുതം ചെയ്യുമ്പോഴെല്ലാം യേശുവിൻ്റെ ആഗ്രഹം. ഈ ഒരു സിറ്റുവേഷനാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷം മുഴുവൻ എഴുതി പോയിരിക്കുന്നത്. ഇവിടെ സമരിയാക്കാരി സ്ത്രീയുടെ കാര്യത്തിലും അത്ഭുതമല്ല, അത് അടയാളമൊന്നുമല്ല, യേശു അവിടെ അത്ഭുതമൊന്നും പ്രവർത്തിച്ചില്ല. സമരിയാക്കാരി സ്ത്രീയോട് ചില മെസ്സേജുകൾ പാസ് ചെയ്യുകയാണ്. പക്ഷെ ആ മെസ്സേജ് പാസ് ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ തലം അവിടെ യോഹന്നാൻ ഇങ്ങനെ വരച്ചു വെക്കുന്നുണ്ട്. അതിതാണ്, സമരിയാക്കാരി സ്ത്രീ പാപിയാണെങ്കിലും, അവൾ പാപിനിയാണെങ്കിലും, അവൾ പാപം ചെയ്ത സ്ത്രീ ആണെങ്കിലും യേശുവിന് അവളോട് അലിവ് തോന്നി. ആ അലിവിതാണ്, അവൾ പാപം ചെയ്യുന്നതിൻ്റെ കാരണം പിശാച് അവളെ ബന്ധിച്ചിട്ടിരിക്കുക. ആ ബന്ധനം അഴിച്ചാലേ അവൾക്ക് സ്വതന്ത്രനാകാൻ കഴിയത്തുള്ളൂ. ആ വിഷമം, ആ വേദന ക്രിസ്തുവിൻ്റെ ഉള്ളിൽ നിൽക്കുക. അതായത് ഗലീലയിലേക്ക് പോകുന്ന വഴി സമരിയക്കാരെ ബന്ധിച്ചിട്ടിരിക്കുന്ന ആത്മാവിനെ ദൈവം കാണുന്നു, ക്രിസ്തു കാണുന്നു. സമരിയായിലെ ജനങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ആ സ്പിരിറ്റിനെ യേശു കാണുന്നു. അബ്രഹാമിൻ്റെ സന്തതികൾ ഇങ്ങനെ ബന്ധനത്തിലായി കിടക്കുന്നത്, ദൈവ പൈതൽ ഇങ്ങനെ ബന്ധനത്തിലായി കിടക്കുന്നത് യേശുവിന് യാതൊരു താല്പര്യമില്ല. അതുകൊണ്ടാണ് ശിഷ്യന്മാരെ ഒഴിവാക്കി സമരിയാക്കാരി സ്ത്രീയുടെ മുൻപിൽ വന്ന് യേശു വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ അവിടെ 2-3 റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങൾ അവിടെ കാണുന്നുണ്ട്. ഇന്ന് രാവിലെ ക്ലാസ്സിൽ കയറിയവർ എത്ര പേരുണ്ട്? രാവിലെ ബ്രദറിൻ്റെ ക്ലാസ് കേട്ടവരുണ്ട് എത്ര പേരുണ്ട്? ഒന്ന് കൈവീശാതി. വിഷ്വൽ ഓൺ ചെയ്തിരിക്കുന്നവർ കൈവീശാതി. ഓക്കെ. നിങ്ങളോട് ബ്രദർ സ്ട്രിക്ട്ലി പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർമ്മയുണ്ടോ? അതായത് നിങ്ങളുടെ രഹസ്യ കാര്യങ്ങളൊന്നും പോയിട്ട് ആരോട് പറയരുത്? എക്സ്പീരിയൻസ് ഇല്ലാത്തവരോട് പറയരുത്, ധ്യാന ഗുരുക്കന്മാരോടല്ലാതെ പറയരുത്. ഇതിൻ്റെ റൂളാണ് ഇവിടെ കിടക്കുന്നത്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇവിടെ കിടക്കുക. കാരണം യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോയി ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് പോവുക. കാരണം എനിക്കൊരു സ്ത്രീയുമായി കണക്ട് ചെയ്യാനുണ്ട്, സംസാരിക്കാനുണ്ട്. ഒരുവൾ വരും, അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ട്. ഈ 5 ഭർത്താക്കന്മാരുമായി ഇടപഴകിയിരുന്ന ഈ സമരിയാക്കാരി സ്ത്രീയെ എനിക്ക് സംസാരിക്കാനുണ്ട്. അത് നിങ്ങളെപ്പോലെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഈ പറയുന്ന, അതായത് ഒന്ന് കല്ലെറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ സ്വീകരിക്കാതെ വന്നപ്പോൾ, ആ സ്വീകാര്യത ഇല്ലാതെ വന്നപ്പോൾ ആകാശത്തു നിന്ന് അഗ്നി ഇറക്കി ഞങ്ങൾ ദഹിപ്പിച്ച് കളയട്ടെ എന്ന് മനോഭാവമുള്ള ആളുകളാണ് എൻ്റെ കൂടെ ഉള്ളവർ. അപ്പം അതുകൊണ്ട് അവരുള്ളപ്പോൾ എനിക്ക് നിന്നോട് പേഴ്സണലി സംസാരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ നിന്നോട് പേഴ്സണലി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് യേശു എന്ത് ചെയ്തു? ശിഷ്യന്മാരെ അവിടെ ഒഴിവാക്കി അവരോട് പോയി ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു. ആ നിയമമാണ് നമ്മളിപ്പോൾ വായിച്ചത്. കറക്റ്റായിട്ട് അവിടെ കിടക്കുന്നത് 8-ാം വാക്യം. അവൻ ശിഷ്യന്മാരാകട്ടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു. യേശു പറഞ്ഞു വിട്ടു, പട്ടണത്തിലേക്ക് പറഞ്ഞു വിട്ടു. എന്നിട്ട് യേശു മാത്രം പേഴ്സണലി അവളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോഴും നമുക്കൊരു സംശയമുണ്ട്, അപ്പം ഇതെങ്ങനെ യോഹന്നാൻ അറിഞ്ഞു? നിങ്ങൾ ശ്രദ്ധിച്ചോ? യോഹന്നാനും ലൂക്കയും പല കാര്യങ്ങൾ വളരെ കൃത്യതയോടെ പേരെഴുതുന്ന ആളുകളാണ്. കൃത്യതയോടെ പത്രോസ് അവൻ്റെ ചെവി ഛേദിച്ചു, അവൻ്റെ പേര് മൽക്കോസ് എന്നായിരുന്നു. ആരെഴുതിയേ? യോഹന്നാൻ എഴുതി, വേറെ ആരും എഴുതിയിട്ടില്ല പേര്. കൃത്യമായിട്ട് അത് ചെവി ഛേദിച്ചത് പത്രോസ്. ബാക്കി മത്തായും മർക്കോസും ലൂക്കോസും എഴുതിയത് ശിഷ്യന്മാരിൽ ഒരുവൻ വാളെടുത്തു. യൂദാസിനെ കുറിച്ച് എഴുതുമ്പോഴും യോഹന്നാൻ കൃത്യതയോടുകൂടി എഴുതും, ഒരു കോംപ്രമൈസും ഇല്ല. കൃത്യം പേരെടുത്ത് എഴുതി വയ്ക്കും, ഒരു കോംപ്രമൈസും ചെയ്യത്തില്ല. ഇങ്ങനെ പല കാര്യങ്ങളിലും യോഹന്നാനും ലൂക്കയും പേരെടുത്ത് എഴുതി വെക്കുന്നുണ്ട്, പേരെടുത്ത് കൃത്യമായി എഴുതുന്നുണ്ട്. എൻ്റെ സമരിയക്കാരി സ്ത്രീയുടെ പേര് യോഹന്നാൻ അറിയില്ലേ? യോഹന്നാൻ അവിടെ പേര് പറഞ്ഞിട്ടേ ഇല്ല, സമരിയക്കാരി സ്ത്രീ. കാരണം ശിഷ്യന്മാരെല്ലാം ഭക്ഷണം വാങ്ങാൻ പോയിക്കുക.
അപ്പൊ ഈ കാര്യം യേശു ഒരിക്കലും യോഹന്നാനോടോ ശിഷ്യന്മാരോടോ പറയത്തില്ല. എടാ പോയ സ്ത്രീ ഉണ്ടല്ലോ, അവള് വൃത്തികെട്ടവള്, അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് യേശു കൈ ഒട്ടിച്ചിരിക്കില്ല. യേശു ഒരിക്കലും ആ പ്രിൻസിപ്പിൾ തെറ്റിക്കത്തില്ല, കാരണം യേശു ദൈവമാണ്. അപ്പോൾ യോഹന്നാൻ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീ തന്നെ സാക്ഷ്യം പറഞ്ഞപ്പോഴേ അറിഞ്ഞിട്ടുണ്ടാവത്തുള്ളൂ. സുവിശേഷം ഈ സ്ത്രീ തന്നെ പറഞ്ഞപ്പോഴാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്ത ചില കാര്യങ്ങൾ പറഞ്ഞ ഒരു വ്യക്തി എന്ന് ആ സ്ത്രീ പറഞ്ഞ സാക്ഷ്യം യോഹന്നാൻ കേൾക്കുകയും പിന്നീട് ഈ സ്ത്രീ സുവിശേഷത്തിലൂടെ ചേർന്ന് വരികയും സുവിശേഷത്തിൽ ഈ സ്ത്രീയുമായി എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാകുകയും തുടർന്നുള്ള സുവിശേഷ വേലയിൽ അവൾ തൻ്റെ സാക്ഷ്യം പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ യേശു എന്താണ് ഇവളോട് പറഞ്ഞതെന്ന് യോഹന്നാൻ അറിയാൻ സാധ്യതയുള്ളൂ. അല്ലാതെ യോഹന്നാൻ അറിയാൻ യാതൊരു സാധ്യതയില്ല. അപ്പം അവിടെ കാണുന്നൊരു കാര്യം, അവിടെയും യോഹന്നാൻ ആ സ്ത്രീയുടെ പേര് എഴുതുന്നില്ല. ഇനി മാത്രമല്ല, യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതുമ്പോൾ ഈ സ്ത്രീ ജീവിച്ചിരിക്കാനും സാധ്യതയില്ല, ഇവൾ മരിച്ചിട്ടുണ്ടാകാം. അപ്പോൾ അവളുടെ മരണശേഷം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ആ ഒരു സാക്ഷ്യം അവിടെ വെളിപ്പെടുത്തുന്നുള്ളൂ. പലപ്പോഴും ബ്രദർ ചില സാക്ഷ്യങ്ങൾ പറയുമ്പോൾ, ചില കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പം ബ്രദർ ഒരിക്കലും സ്ഥലം പറയത്തില്ല, പേര് പറയത്തില്ല, സാമ്യമായി ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം പറയത്തില്ല, നമുക്ക് പരിചയമുള്ള ഒരു ലീഡും നമുക്ക് തരത്തില്ല ബ്രദർ. ഒറ്റ ലീഡ് നമുക്ക് കിട്ടത്തില്ല. ഞങ്ങളിങ്ങനെ പലപ്പോഴും ആലോചിച്ച് നോക്കും, ഇതാരായിരിക്കും. ഞങ്ങളിങ്ങനെ പലരെയും വെച്ച് കണക്ട് ചെയ്ത് നോക്കും, പക്ഷേ നമുക്ക് ഒരു രീതിയിലും ആ വ്യക്തിയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ലീഡ് നമുക്ക് കിട്ടത്തില്ല. ഒരു ലീഡും നമുക്ക് കണക്ട് ചെയ്ത് തരത്തില്ല. കാരണം എന്താ? അതൊരു രഹസ്യമാണ്, ദൈവിക രഹസ്യമാണ്, ഒരിക്കലും വെളിപ്പെടുത്താൻ പാടില്ലാത്ത കാര്യമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, യോഹന്നാൻ ഇതുകൂടെ എഴുതി വെച്ചിട്ട് ഈ സിറ്റുവേഷൻ, കാരണം ഇത് പറയണം. ബാക്കി മത്തായോ മർക്കോസോ ലൂക്കോസോ ഇത് എഴുതിയിട്ടില്ലെങ്കിലും ഇത് എഴുതപ്പെടേണ്ട ഒരു കാര്യമാണ്, ഇത് മറ്റുള്ളവർക്ക് വെളിപ്പെടേണ്ട ഒരു കാര്യമാണ്, ഇത് വെളിപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് യോഹന്നാൻ ഈ കാര്യം അവിടെ പറയുന്നു. യോഹന്നാൻ ഇത് പറയുമ്പോഴെല്ലാം യോഹന്നാൻ്റെ ഹൃദയത്തിലുള്ള കാര്യം ഇത്രയാണ്: സമരിയക്കാരിയായിട്ടും ആ സമരിയക്കാരിയോട് യാതൊരു താല്പര്യവും 12 ശിഷ്യന്മാർക്കോ യഹൂദർക്കോ ഇസ്രായേലുള്ള ആർക്കോ ഇല്ലാതിരുന്നിട്ടും യേശുവിനൊരാഗ്രഹം അവളെ ബന്ധിച്ചിട്ടിരിക്കുന്ന ഒരു ഭർത്താവിൽ നിന്നും അടുത്തവനിലേക്ക്, അവരിൽ നിന്നും അടുത്തവളിലേക്ക്, അവരിൽ നിന്നും അടുത്തവനിലേക്ക് ഇവളെ കൊണ്ടുപോകുന്ന സ്പിരിറ്റിനെ കണ്ടുകൊണ്ട് അവളെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന, അവളിൽ വിശുദ്ധി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന, അവളെ വിശുദ്ധയാക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്തുവിനെയാണ് നമ്മളവിടെ കാണുന്നത്, ഒരു യേശുവിനെയാണ് നമ്മളവിടെ കാണുന്നത്. അതാ യേശു ആഗ്രഹിക്കുന്നത്. ഇതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ സുവിശേഷമെന്ന് എല്ലാ പണ്ഡിതന്മാരും വിളിക്കുന്നതിൻ്റെ കാരണം യോഹന്നാൻ്റെ ഓരോ വാക്കുകളിലും യേശുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ കരുതൽ കിടക്കുക. യോഹന്നാൻ്റെ ഓരോ വാക്കിലും യേശുവിൻ്റെ കരുതൽ അവിടെ കിടക്കുക. ഒന്ന് സ്തുതിച്ചേ, ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. നമ്മൾ പാപികളായിരിക്കുമ്പോൾ, ദൈവമഹത്വത്തിന് അനർഹരായി, അർഹതയില്ലാത്തവരായിരിക്കുമ്പോൾ നമ്മുടെ മേൽ ഇറങ്ങി വരുന്ന, നമ്മുടെ മേൽ പ്രവർത്തിക്കുന്ന, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന, നമ്മുടെ രഹസ്യങ്ങൾ മറ്റാരും അറിയാതിരിപ്പാൻ അങ്ങനെ രഹസ്യങ്ങളെ ലീക്ക് ചെയ്യുന്നവരെ മാറ്റി നിർത്തുന്ന ഒരു കർത്താവിനെ നമ്മൾ കാണുന്നത്. ഒരു ദൈവത്തിൻ്റെ സ്നേഹമെന്ന് നോക്കിയേ. ആ കിണറ്റിൻകരയിൽ സമരിയാക്കാരി സ്ത്രീക്ക് വേണ്ടി കാത്തിരിക്കുന്ന യേശുവിനെ കാണുമ്പോൾ ഇന്ന് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന കർത്താവിനെയാണ് നമ്മൾ കാണേണ്ടത്. പാപിയായിരുന്നപ്പോൾ, ബലഹീനനായി, തിന്മ ചെയ്ത നമ്മളെ കാത്തിരിക്കുന്ന, തിന്മയിൽ ആ രീതിയിൽ കിടക്കുന്ന നമ്മളെപ്പോലും കാത്തു പരിപാലിക്കുന്ന, കാത്തിരിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ എത്ര പേര് കാണുന്നുണ്ട്? കർത്താവിന് മുമ്പിൽ ഒന്ന് പറഞ്ഞേ, കർത്താവേ, ഞങ്ങൾ പാപിയായിരുന്നപ്പോൾ, ഒരു അർഹതയും ഇല്ലാതിരുന്നപ്പോൾ ഞങ്ങളെ കണ്ടൊരു ദൈവം, ഞങ്ങളെ ചേർത്ത് വെച്ചൊരു ദൈവം, ഞങ്ങളെ സ്നേഹിച്ചൊരു ദൈവം, ഒരേ ആത്മാവിൽ ശുശ്രൂഷിക്കുവാൻ, ഒരേ ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ, അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു. ആ ദൈവത്തിൻ്റെ സ്നേഹമെന്ന് ഓർത്ത് നോക്കി. ഒരു അർഹതയില്ലെന്ന് ഇന്ന് നമ്മളെയും കാത്തിരിക്കുക കർത്താവ്. ഇന്ന് ഈ കൂട്ടായ്മയിൽ ഇന്ന വ്യക്തി വരും, ഇന്ന് ഈ കൂട്ടായ്മയിൽ ഇന്ന ആൾ കടന്നു വരും, ആ വ്യക്തിയെ എനിക്ക് അനുഗ്രഹിക്കണം, അവൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അവനെ അനുഗ്രഹിക്കണമെന്ന് കരുതി കടന്നു വരുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അതാ കർത്താവിൻ്റെ ശുശ്രൂഷ. അതുകൊണ്ടാണ് സൂം കൂട്ടായ്മയിൽ നമ്മൾ പറഞ്ഞത്, നിങ്ങൾ വീഡിയോ ഓൺ ചെയ്ത്
അശ്രദ്ധയില്ലാതെ അലസമായി ഇതിനകത്ത് പങ്കെടുക്കാതെ ശ്രദ്ധയോടുകൂടെ ഇതിനകത്ത് പങ്കെടുക്കണം. കാരണം ഇത് തീക്കളിയാണ്. ഈ ശുശ്രൂഷ ദൈവത്തിന് ശുശ്രൂഷയാണ്, കർത്താവിന് ശുശ്രൂഷയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും ബോധ്യത്തോടു കൂടി ഇരിക്കണം. യോഹന്നാന്റെ സുവിശേഷം തന്നെ 5-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പം 5:3 വായിക്കുമ്പം അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേക രോഗികൾ കിടന്നിരുന്നു. 38 വർഷം രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, അവിടെ ഈ 38 വർഷമായ ഒരു രോഗി മാത്രമല്ല അവിടെ കിടന്നിരുന്നേ. അവിടെ അനേക കുരുടരുണ്ടായിരുന്നു, മുടന്തരുണ്ടായിരുന്നു, തളർവാദക്കാരുണ്ടായിരുന്നു, അനേക രോഗികൾ കിടന്നിരുന്നു. എന്നാൽ 38 വർഷം രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. 38 വർഷം രോഗിയായിരുന്ന ഒരുവൻ. നമുക്കറിയാം, നമ്മൾ രോഗങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ പല വിധത്തിൽ രോഗങ്ങൾ വരും, പല രീതിയിൽ രോഗങ്ങൾ വരും. ചില രോഗങ്ങൾ എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്താലും എത്ര ചികിത്സിച്ചാലും യാതൊരുവിധ മാറ്റം ഉണ്ടാകത്തില്ല. ഒരു രീതിയിലും അതിനൊരു അനക്കം ഉണ്ടാകത്തില്ല. എങ്ങനെയുള്ള രോഗങ്ങളാണ് ട്രീറ്റ് ചെയ്താലും മാറാത്തത്? എങ്ങനെയുള്ള രോഗങ്ങളാണ്? സ്പിരിറ്റിൻ്റെ ആവേശം മൂലം, ആ പൈശാചിക ശക്തി ഒരുവനിൽ പ്രവർത്തിക്കുന്നത് മൂലം, അങ്ങനെയുള്ള പ്രവൃത്തി മൂലം സ്പിരിറ്റ് കണക്റ്റ് ആയിട്ടുള്ള രോഗമാണ്. സ്പിരിറ്റ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന രോഗമാണെങ്കിൽ എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്താലും എത്ര ചികിത്സിച്ചാലും ഒരു മാറ്റം ഉണ്ടാകത്തില്ല, ഒരു അനക്കം ഉണ്ടാകത്തില്ല. അവിടെയാണ് യോഹന്നാൻ എടുത്തെഴുതുകയാണ്, പല വിധത്തിലുള്ള രോഗികൾ അവിടെ ഉണ്ടായിരുന്നു, പല ടൈപ്പ് രോഗികൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ 38 വർഷം പാപം മൂലം പിശാച് ബന്ധിച്ചിട്ടിരുന്ന ഒരു വ്യക്തിയെ യോഹന്നാൻ എടുത്തു വയ്ക്കുകയാണ്. അവൻ്റെ അടുത്തേക്ക് യേശു ചെല്ലുക. അതാണ് നമ്മളവിടെ കാണുന്നത്. അതിൻ്റെ 3-ാം വാക്യം, അവിടെ മുടന്തരും കുരുടരും തളർവാദ രോഗികളുമായ അനേകം രോഗികൾ കിടന്നിരുന്നു. 38 വർഷം രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ട്, അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിയും. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോ, അവിടെ വളരെ വ്യക്തമായിട്ട് യേശു പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. സുഖം പ്രാപിച്ച് അവൻ്റെ പാപത്തെക്കുറിച്ച് യേശു വെളിപ്പെടുത്തുന്നൊരു കാര്യം നമുക്കവിടെ കാണാൻ പറ്റും. 14-ാം വാക്യം നിങ്ങളൊന്ന് വായിച്ചോ. എല്ലാ മേലിൽ പാപം ചെയ്യരുത്. വ്യക്തമായിട്ട് പറയുകയാണ്, അവളുടെ പാപം 38 വർഷം അവൻ എന്ത് ചെയ്തു? ബന്ധിച്ചിട്ടു. അവനെ എഴുന്നേൽക്കാൻ പറ്റാതെ തളർത്തിയിട്ടു. ഇവിടെ യേശുവിൻ്റെ സ്നേഹം ഇറങ്ങി വന്നത് എവിടേക്കാണ്? അവിടെ മുടന്തരുണ്ട്, കുരുടരുണ്ട്, എല്ലാ വ്യക്തികളുമുണ്ട്. പക്ഷേ പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് രോഗിയായി 38 വർഷമായി കിടക്കുന്നവൻ്റെ അടുത്തേക്ക് യേശു കടന്നു ചെന്നു. കാരണം യേശുവിൻ്റെ സ്നേഹം എവിടെയാണ് നമ്മൾ കാണേണ്ടത്? ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തലം നമ്മൾ തിരിച്ചറിയണം. കാരണം യേശു നോക്കുന്നത് അവൻ്റെ ആന്തരികമായ മേഖലയിലാണ്. അവൻ്റെ പാപം അവനെ ബന്ധിച്ചിട്ടിരിക്കുക. അതുകൊണ്ട് എൻ്റെ മകനെ എനിക്ക് വിടുവിക്കണം, സാത്താൻ്റെ കെണിയിൽ നിന്നും സാത്താൻ്റെ ബന്ധനത്തിൽ നിന്നും എനിക്ക് വിടുവിക്കണം, പിശാചിൻ്റെ ബന്ധനത്തിൽ നിന്നും എനിക്ക് എൻ്റെ മകനെ വിടുവിക്കണം. സ്വാഭാവികമായ രോഗങ്ങളുണ്ടാകാം, സ്വാഭാവികമായി കടന്നു വന്ന രോഗങ്ങളോ കഷ്ടതകളോ ഉണ്ടാകാം. പക്ഷേ യേശു അവിടെ നേരെ കടന്നു ചെന്ന് സൗഖ്യം കൊടുക്കുന്ന മേഖല നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, പിശാച് പാപം മൂലം ബന്ധിച്ചിട്ടിരുന്നൊരു വ്യക്തിയെ യേശു കടന്നു നിന്ന് സൗഖ്യപ്പെടുത്തുക. കാരണം യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ തലം ഇതാ. യേശു നിന്നെ കാണുമ്പോൾ, നമ്മളെ കാണുമ്പോൾ, കർത്താവ് നമ്മുടെ ക്വാളിറ്റി കണ്ടിട്ടല്ല, നമ്മൾ ചെയ്ത പ്രവൃത്തി കണ്ടിട്ടല്ല, നമ്മൾ എന്തെങ്കിലും ഒന്ന് കണ്ടിട്ടല്ല. യേശു ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. യേശുവിൻ്റെ ഹൃദയത്തിൽ അവൻ നോക്കുന്ന തലം ഇതാണ്. ഇതാ, ദൈവ പൈതൽ പാപം ചെയ്ത് അശുദ്ധമായി സാത്താൻ അവൻ്റെ മേൽ പൂർണ്ണ അധികാരം സ്ഥാപിച്ചിരിക്കുന്നു. ആകയാൽ അവൻ്റെ അധികാരത്തെ വിടുവിക്കണം, അവൻ്റെ കെട്ടിനെ പൊട്ടിക്കണമെന്ന് യേശു ആഗ്രഹിക്കുക. ആ യേശുവിൻ്റെ ആഗ്രഹമാണ് അവനിലേക്ക് യേശു കടന്നു ചെന്ന് അവന് സൗഖ്യം കൊടുക്കുന്നത്. നമ്മൾ വചനത്തിൽ വായിക്കുന്നത് കർത്താവിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. എത്രത്തോളം സ്നേഹമുള്ള കർത്താവാണ് നമ്മുടെ കർത്താവ്. യോഹന്നാന്റെ സുവിശേഷം തന്നെ അതിൻ്റെ 8-ാം അധ്യായം വ്യഭിചാരിണിയായി പിടിക്കപ്പെട്ടൊരു സ്ത്രീയെ നമ്മൾ കാണുന്നുണ്ട്. വ്യഭിചാരിണിയായി പിടിക്കപ്പെട്ടൊരു സ്ത്രീയെ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം. യേശു നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ,
അവർ എവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. വ്യക്തമായ അവളുടെ പാപത്തെക്കുറിച്ച് അവൾക്ക് ബോധ്യം കൊടുത്തു, പാപിയാണ്. എന്നാൽ യേശു എന്ത് ചെയ്യുന്നില്ല? അവളുടെ പാപത്തെ വിധിക്കുന്നില്ല, പാപത്തെ ശാസിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുതെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അവൾ എന്ത് പറയും? യേശു എന്ത് ചെയ്യുന്നു? യേശു പാപത്തെ അവൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ, മാന്യമായി മനസ്സിലാകുന്ന തരത്തിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ അവളെ പാപി എന്ന് വിളിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത് എന്ന ബോധ്യം അവൾക്ക് കൊടുക്കുന്നു. യേശു ഇട്ട് വിധിക്കുന്നുമില്ല. അവിടെ കടന്നു വന്നവരോട് പറയുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെ എന്ന് പറയുന്നു. അപ്പോൾ അവിടെയും പാപിനിയായ ഒരു സ്ത്രീ വന്ന് യേശുവിൻ്റെ മുൻപിൽ നിൽക്കുമ്പോഴും യേശുവിനൊരു കരുതലുണ്ട്. എന്താ കരുതൽ? സാത്താനാണ് ഇവളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നത്. പിശാചാണ് ഈ ബന്ധനത്തിൻ്റെ അവസ്ഥയിലേക്ക് ഇവളെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇവളെ വിടുവിച്ചേ മതിയാകൂ. ഞാൻ വന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഈ പിശാചിനെ വിടുവിച്ചേ മതിയാകൂ. ഈ മേഖലയെ മാറ്റിയേ മതിയാകൂ. എന്നാൽ മാത്രമേ ഇവൾ സ്വാതന്ത്ര്യം പ്രാപിക്കത്തുള്ളൂ. ഇവളിൽ പ്രവർത്തിക്കുന്നത്, ഇവളെ കൊണ്ട് ഈ പാപം ചെയ്യിപ്പിക്കുന്നത്, ഇവളെ രോഗിയാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ ഈ തളർവാദ രോഗിയെ തളർവാദയാക്കി കിടക്കുന്നത്, ഈ പറയുന്ന സമരിയാക്കാരി സ്ത്രീയെ പാപത്തിലേക്ക് നയിക്കുന്നത് പിശാചാണ് എന്ന ബോധ്യം യേശുവിനുണ്ട്. ഈ പറയുന്ന പിടിക്കപ്പെട്ട പാപിനിയെയും അവളെയും പാപത്തിലേക്ക് നയിക്കുന്നത് പിശാചാണ് എന്ന ബോധ്യം യേശുവിനുണ്ട്. ഈ ബോധ്യമാ യേശു എന്ത് ചെയ്യുന്നത്? യേശു പറയുന്നത്, ആ സ്നേഹത്തിൻ്റെ തലം വരച്ച് കാണിച്ചുകൊണ്ട് യോഹന്നാൻ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്, അതാ കർത്താവ് അവിടെ പ്രവർത്തിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ? യേശു ചെയ്ത എല്ലാ അത്ഭുതങ്ങളുടെയും ലാസറിനെ ഉയർപ്പിക്കുമ്പോൾ യേശു കരയുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലേ? ലാസറിനെ ഉയർപ്പിക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ 11-ലായിരിക്കും ലാസറിൻ്റെ മരണവും ലാസറിൻ്റെ ഉയർപ്പും. അവിടെ 11:35 വാക്യം യേശു കണ്ണീർ പൊഴിക്കുന്നു. യേശു കരയുന്നു, കണ്ണീർ പൊഴിക്കുന്നു. അവിടെയും യേശുവിൻ്റെ ലാസറിനോടുള്ള സ്നേഹവും മർത്തയോടും മറിയത്തോടുള്ള സ്നേഹവും ഇതൊക്കെ നമുക്കവിടെ കാണാൻ പറ്റുമെങ്കിലും യഥാർത്ഥത്തിൽ മരണത്തിൻ്റെ കാരണമാണ് യേശുവിൻ്റെ മുമ്പിൽ വരുന്നത്. പാപത്തിൻ്റെ ശമ്പളം മരണം. പാപത്തിൻ്റെ ശമ്പളം മരണം. ഈ മരണത്തിൻ്റെ അവസ്ഥയിലാണ് ഇന്ന് ലോകമനുഷ്യൻ മുഴുവൻ നിൽക്കുന്നത് എന്ന ബോധ്യമാണ് യേശുവിനെ കൊണ്ട് അവിടെ കരയിച്ച്. കാരണം യേശു നോക്കുമ്പോൾ ലാസറിനെ ഞാൻ ഉയർപ്പിച്ചാലും പാപം നിലനിൽക്കുന്നുവെങ്കിൽ വീണ്ടും മരിക്കും. ലാസർ വീണ്ടും മരിക്കും, മർത്തയും മരിക്കും, മറിയയും മരിക്കും, സകലരും മരിക്കും. പാപമാണ് അവൻ്റെ മരണത്തിലേക്ക് എത്തിക്കുന്നതെങ്കിൽ പാപത്തിൻ്റെ ശമ്പളം മരണമാണ്, എല്ലാവരും മരിക്കും. എന്നാൽ നീതി, യേശു കാൽവരിയിൽ ക്രൂശിതനായാൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ നീതി എന്ത് ചെയ്യും? നമ്മളെ മരണത്തിൽ നിന്നും വേർപെടുത്തും. രണ്ട് രീതിയിലും ചോദിക്കാം. അതായത് ഈ ഭൂമിയിൽ യഥാർത്ഥത്തിൽ ഉറപ്പുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അത് മരണമാണ്. ജനിച്ചാൽ ഒരു ദിവസം മരിക്കും. ബാക്കി ഒരു കാര്യത്തിന് ഉറപ്പില്ല. അതായത് നീ MLA ആവോ, MP ആവോ, നീ ഡോക്ടറാവോ, എൻജിനീയർ ആവോ, ഇതൊന്നും ഒരു ഉറപ്പില്ല. ആയാലായി, അത്രേ ഉള്ളൂ. പക്ഷേ മരിക്കും ഒരു ദിവസം, അത് ഉറപ്പാണ്. ജനിച്ചാൽ ഒരു ദിവസം മരിക്കും. പക്ഷെ ക്രിസ്തുവിലായിരിക്കുന്നവന് മരണമില്ല. യേശു ക്രിസ്തുവിലായിരിക്കുന്നവന് മരണമില്ല. അവനൊരു കടന്നുപോക്ക് മാത്രമേ ഉള്ളൂ. അവനെ സംബന്ധിച്ച് ഈ ഭൂമിയിൽ നിന്നും അവൻ ആബ്സെൻ്റ് ആകുന്നു, എന്നാൽ മറ്റൊരു സ്ഥലത്ത് ഓൺ ദാറ്റ് സെക്കൻഡ് അവൻ പ്രസൻ്റ് ആകുന്നു. അവന് മരണമില്ല, അവന് യാതൊരു വിധത്തിലും മരണമില്ലെന്ന്. അതാ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ആകയാൽ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നവന് ശിക്ഷാവിധിയില്ല. മരണമെന്ന ശിക്ഷാവിധി നീങ്ങിപ്പോയി. മരണമേ നിന്റെ ദംശനം എവിടെ? മരണമേ നിന്റെ കാരമുള്ളവിടെ? യേശുവിൻ്റെ കാൽവരിയിലെ ക്രൂശിൽ അത് നീങ്ങിപ്പോയി. ആ മരണം നീങ്ങിപ്പോയി. നമുക്കറിയാം, മരണം ഈ ഫിസിക്കൽ ബോഡിയിൽ നിന്ന് നമുക്കൊരു വേർപാടുണ്ട്. അതുകൊണ്ട് പലപ്പോഴും അപ്പസ്തോലന്മാർ മരണമെന്ന വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്. പത്രോസൊക്കെ തൻ്റെ ലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് പുറപ്പാടെന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എക്സോഡസ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുന്നത്. പുറപ്പാട്, എനിക്ക് ദൈവസന്നിധിയിലേക്കുള്ള പുറപ്പാടിൻ്റെ സമയമായി, അങ്ങനെയാണ് പത്രോസ് പറയുന്നത്. ദൈവം തൻ്റെ പുറപ്പാടിന്, അതായത് ദൈവസന്നിധിയിലേക്കുള്ള വേർപാടിൻ്റെ സമയമായി എന്ന് വ്യക്തമായി ബോധ്യം കൊടുത്തപ്പോഴും അവിടെ മരണമെന്ന് എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ നിദ്രയിൽ പോയി കിടക്കണമെന്ന് എഴുതിയിട്ടില്ല.
മരണം എന്നല്ല വിശുദ്ധന്മാരുടെ കാര്യത്തിൽ എഴുതിയിരിക്കുന്നത്. പലപ്പോഴും അവിടെ ആകെ നമ്മൾ സ്തെഫാനോസിൻ്റെ കാര്യത്തിലാണ് അവൻ മരിച്ചു എന്ന് കിടക്കുന്നത്, ആ ഒരു വാക്ക് അവിടെ കിടക്കുന്നത്. പക്ഷെ പിന്നീട് ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ, അതായത് ആ പ്രോസസ്സിങ്ങിൻ്റെ അല്ലെങ്കിൽ ആ ഒരു റെവലേഷൻ്റെ ബോധ്യത്തിലേക്ക് അപ്പസ്തോലിക സഭ പൂർണ്ണമായി കടന്നു വന്നപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, മരണമില്ല ക്രിസ്ത്യാനിക്ക് ഇനിയും മരണമില്ല, പകരം ഒരു കടന്നുപോക്ക് മാത്രമേ ഉള്ളൂ. ഈ ഒരു ബോധ്യത്തിലേക്ക് അവർ കടന്നു വന്നു. ഒന്ന് ശക്തമായിട്ടൊന്ന് കരങ്ങൾ ഉയർത്തി, ഇനി നമുക്കൊരു മരണമില്ല, പകരം നമുക്കുള്ളത് കർത്താവിൻ്റെ സന്നിധിയിലേക്കുള്ളൊരു പുറപ്പാട് മാത്രമേ ഉള്ളൂ എന്ന ബോധ്യത്തിൽ പൗലോസ് പറഞ്ഞതുപോലെ, കർത്താവെ, ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി, മരിക്കുന്നെങ്കിൽ എനിക്ക് നേട്ടമാ, കാരണം എന്നെ ദൈവസന്നിധിയിൽ എത്തുവാനുള്ളൊരു വാതിൽ എനിക്ക് വേണ്ടി അവിടെ തുറക്കുന്നതാ എൻ്റെ പുറപ്പാടെന്ന ബോധ്യത്തിൽ ഒന്ന് ശക്തിയോടൊന്ന് സ്തുതിച്ചേ. സമരിയാക്കാരി സ്ത്രീ ഇങ്ങനെ പറയുന്നത്, ഞങ്ങൾ ഇവിടുത്തെ മലയിൽ പ്രാർത്ഥിക്കാൻ പോകുന്നു, നിങ്ങൾ പറയുന്നു ജെറുസലേം മലയാണ് യഥാർത്ഥ മല എന്ന് പറയുന്നു. ഞങ്ങൾ ഇവിടുത്തെ മലയിൽ ദൈവത്തെ ആരാധിക്കാൻ പോകുന്നു, കാരണം ഈ മലയിലാണ് ദൈവ സാന്നിധ്യമുള്ളതെന്ന് ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചു. നിങ്ങൾ പറയുന്നു അല്ല, ജെറുസലേമിൽ മാത്രമേ ദൈവ സാന്നിധ്യം ഉള്ളൂ എന്ന് പഠിപ്പിച്ചു, അവിടെ മാത്രമേ ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളൂ എന്ന് നിങ്ങളുടെ പിതാക്കന്മാർ പഠിപ്പിച്ചു. സത്യത്തിൽ ഞങ്ങൾ എവിടെയാ പോകണ്ടേ? എവിടെ ആരാധിച്ചാലാണ് ഞങ്ങളുടെ ദൈവം കേൾക്കുന്നത്? നീ പറ, നീ കറക്റ്റായിട്ട് പറ. അവിടെ യേശു പറഞ്ഞത്, ആ മലയിലുമല്ല ഈ മലയിലുമല്ല, ദൈവം ആത്മാവായതുകൊണ്ട് ആ ആത്മാവ് അയർലൻഡിലും യുകെയിലും ഖത്തറിലും എവിടെയായിരുന്നാലും ആ ആത്മാവിന് സ്ഥലകാല പ്രശ്നമില്ല. അത് സമരിയാകട്ടെ, ജെറുസലേം ആകട്ടെ, ഏത് സ്ഥലത്താണെങ്കിലും ഒരുപോലെ പ്രവർത്തിക്കുന്ന ആത്മാവാണ്. കാരണം ദൈവം ആത്മാവായതിനാൽ നീ സമരിയായിൽ നിന്ന് ആരാധിച്ചാലും, നീ ജോർദാനിൽ നിന്ന് ആരാധിച്ചാലും, നീ ജെറുസലേമിൽ നിന്ന് ആരാധിച്ചാലും, നീ സൗദിയിൽ നിന്ന് ആരാധിച്ചാലും, ആൽവിൻ ബ്രദർ കാസർഗോഡ് നിന്ന് ആരാധിച്ചാലും, നീ എവിടെ നിന്ന് ദൈവത്തെ ആരാധിച്ചാലും ആ ആരാധന ദൈവം കേൾക്കും. കാരണം അത് ഒരേ ആത്മാവിൻ്റെ കണക്ഷനാ, ഒരേ ആത്മാവ് അവിടെ കടന്നു വരുന്നത്. ആ സ്നേഹത്തിൻ്റെ തലം നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, കർത്താവേ, ഇന്ന് ഞങ്ങളുടെ ആരാധന സ്വീകരിക്കാൻ, ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ ദൈവം കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് ഈ സൂമിൽ കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങൾ 75 ഐഡികളും ഒരേ ആത്മാവിലാണ് ഞങ്ങൾ ഇന്ന് ആയിരിക്കുന്നേ. ഞങ്ങൾ കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിൻ്റെ മേൽ പ്രവർത്തിക്കും. ഞങ്ങൾ കൈയടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിൻ്റെ മേൽ പ്രവർത്തിക്കും. ഞങ്ങൾ ആത്മാവിൽ സ്തുതിക്കുമ്പോൾ ദൈവം അതിൻ്റെ മേൽ പ്രവർത്തിക്കും. കാരണം ദൈവം ആത്മാവാണ്. ആ ആത്മാവ് ഇവിടെ ഇങ്ങ് പ്രവർത്തിക്കുന്ന അതേ ആത്മാവ് തന്നെ അത് സൗദിയിലും ഖത്തറിലും അയർലൻഡിലും യുകെയിലും ന്യൂസിലാൻഡിലും ഇറ്റലിയിലും എല്ലായിടത്തും ആത്മാവിന് പ്രവർത്തിക്കാൻ സാധിക്കും. സ്ഥലകാലമെന്നെ, ദൂരപരിധി എന്നെ, എല്ലാ തരത്തിലും പ്രവർത്തിക്കുന്ന ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ്. ഇന്ന് ഞങ്ങളുടെ മേൽ ആത്മാവ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് ആത്മാവ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. ഒന്ന് കരമുയർത്തി കർത്താവിന് മുമ്പിൽ എന്ന് പറഞ്ഞ്, കർത്താവേ, ഇന്ന് ഞങ്ങളിൽ ഒരേ ആത്മാവ് പ്രവർത്തിക്കുന്നു. ഓസ്ട്രേലിയയിലും കാനഡയിലും ന്യൂസിലാൻഡിലും ഒരേ ആത്മാവ് പ്രവർത്തിക്കുന്നു. ഒരേ ആത്മാവ് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നു. ഇന്ന് ഒരേ ആത്മാവ് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നു. സമരിയായിലൂടെ കടന്നു പോയപ്പോൾ യേശുവിലുണ്ടായിരുന്ന ആത്മാവല്ല യോഹന്നാനിൽ ഉണ്ടായത്. യേശുവിലുണ്ടായിരുന്ന ആത്മാവല്ല അവിടെ സമരിയായിലൂടെ പോയപ്പോൾ അവിടെ യാക്കോബിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് യേശു അവരെ ശാസിച്ചു. ഇന്ന് കർത്താവെ, ഞങ്ങളെ ശാസിക്കാൻ ഇടവരരുതേ. ഒരേ ആത്മാവിൽ ഞങ്ങൾ പ്രവർത്തിക്കുവാൻ, ഒരേ ആത്മാവിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുവാൻ, ഒരേ ആത്മാവിൽ ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുവാൻ ഞങ്ങളെ കാത്തിരിക്കുന്നൊരു ദൈവമുണ്ട്. ഞങ്ങളെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നൊരു ദൈവമുണ്ട്. ഞങ്ങളുടെ ആരാധനയെ ഏറ്റുവാങ്ങാൻ കാത്തിരിക്കുന്നൊരു ദൈവമുണ്ട്. ഞങ്ങളുടെ ആരാധനയെ കാത്തിരിക്കുന്നൊരു ദൈവമുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ ആരാധനകൾ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കരമുയർത്തി ഒന്ന് ആദരം തുറന്ന് സ്തുതിച്ചേ. നിങ്ങളുടെ ഭവനത്തിൽ 4 ചുമരുകളുടെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവുണ്ടെന്ന ബോധ്യത്തിൽ ആദരം തുറന്നൊന്ന് ശക്തിയോടെ സ്തുതിച്ചേ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ സ്തുതിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, ലാസറിനെ ഉയർപ്പിച്ചപ്പോ അവിടുത്തെ മുൻപിൽ ഈ ബോധ്യമുണ്ട്. പാപമാണ് അവനെ മരണത്തിലേക്ക് നയിച്ചിരിക്കുന്നത്, അവനെ രോഗിയാക്കി മാറ്റിയത്. എന്നാൽ പാപമില്ലാത്തടത്ത് മരണമില്ല, പകരം ദൈവസന്നിധിയിലേക്കുള്ളൊരു കടന്നുപോക്ക് മാത്രമേ ഉള്ളൂ. ആകയാൽ
അവൻ കണ്ണീർ പൊഴിച്ചു. അവൻ കണ്ണീർ പൊഴിച്ചു എന്ന് വചനം വായിക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾ അറിയുന്നു ഇന്ന് യേശു ഞങ്ങളെ വീണ്ടെടുത്ത ദിനമാണ്. ആ ക്രൂശ് ഞങ്ങളുടെ മേലുണ്ട്. ആ യേശുവിൻ്റെ ക്രൂശ് ഞങ്ങളുടെ മേലുണ്ട്. ആ ക്രൂശിന്മേൽ ഞങ്ങൾ കാണുന്നു നിന്റെ സ്നേഹം. ആ ക്രൂശിൻ്റെ മേൽ ഞങ്ങൾ കാണുന്നു നിന്റെ സ്നേഹം. എൻ്റെ പേർക്കായി മരിച്ചവൻ, എൻ്റെ പേർക്കായി മരിച്ചവൻ, എൻ്റെ പേർക്കായി കാൽവരിയിൽ മരിച്ചവനെ ഞങ്ങൾ ഇന്ന് കാണുന്നു. ദൈവമേ, യേശുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശുവേ, ഞങ്ങളുടെ പാപങ്ങളെ ഒന്ന് കഴുകണം. യേശുവേ, കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തേ. നിങ്ങളുടെ പാപങ്ങളെല്ലാം ഒന്ന് സമർപ്പിച്ചേ. മനുഷ്യൻ്റെ മുമ്പിലല്ല നിന്റെ പാപങ്ങൾ ഏറ്റു പറയേണ്ടത്. മനുഷ്യരുടെ മുൻപിൽ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറയണ്ട. മനുഷ്യരുടെ മുൻപിൽ നിങ്ങൾ ഈ ചെയ്ത പ്രവർത്തികളെ കുറിച്ചൊന്നും പറയണ്ട. കാരണം അത് ദൈവം ആഗ്രഹിക്കുന്നതല്ല. ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ പേഴ്സണലായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് ദൈവം ഏറ്റെടുക്കാൻ തയ്യാറാണ്. ദൈവം അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. നിന്റെ ഇത്തരം മേഖലകൾ അത് എക്സ്പീരിയൻസ് ഇല്ലാത്തവരുടെ മുൻപിൽ നീ പറയരുത്. പകരം കർത്താവായ യേശുവിൻ്റെ മുൻപിലാണ് നീ അത് പറയേണ്ടത്. യേശുവിൻ്റെ മുൻപിലാണ് നീ അത് പറയേണ്ടത്. യേശുവിൻ്റെ മുൻപിലാണ് പറയേണ്ടത്. സമരിയാക്കാരി സ്ത്രീക്ക് വേണ്ടി കാത്തിരുന്നത് പോലെ യേശു നിനക്ക് വേണ്ടി കാത്തിരിക്കുക. യേശു നമുക്ക് വേണ്ടി കാത്തിരിക്കുക. നമ്മുടെ പാപങ്ങളെ കഴുകേണ്ടതിന് കാത്തിരിക്കുക. നമ്മുടെ ശാപങ്ങളെ കഴുകേണ്ടതിന് കാത്തിരിക്കുക. നമ്മുടെ മേലുള്ള പൈശാചിക ശക്തിയെ വിടുവിക്കുവാൻ അവൻ കാത്തിരിക്കുക. നമ്മുടെ മേലുള്ള ബന്ധനത്തെ വിടുവിക്കുവാൻ അവൻ കാത്തിരിക്കുക. എത്ര പേര് ആഗ്രഹിക്കുന്നു? ആ കർത്താവിൻ്റെ വരവ് എത്ര പേര് ആഗ്രഹിക്കുന്നു?